ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം, 2018-22 കാലഘട്ടത്തിൽ ഈ പുനർജനി പദ്ധതിയുടെ കാലഘട്ടമാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഫൗണ്ടേഷനിലേക്ക് ഇത്രയും പണം, ഇത്രയധികം വലിയൊരു തുക തന്നെ അത് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പണം വന്നത് അതിന് രേഖകളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ പുതിയ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എങ്ങനെ കാണണം ഇതിനെ? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഏത് അന്വേഷണം നടത്തിയാലും കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും അതിനെ സ്വാഗതം ചെയ്യാം. പ്രതിപക്ഷ നേതാവ് തന്നെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അസന്നിഗ്ധമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഒളിച്ചു വെക്കാനോ ഭയക്കാനോ ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെയില്ല. കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതിയായിരുന്നു പുനർജനി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് യഥാർത്ഥത്തിൽ വിജിലൻസിനും അറിയാം. അതുകൊണ്ടാണ് വിജിലൻസിന് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം വി ഡി സതീശനെ എങ്ങനെയെങ്കിലും ഇതിൽ ഫ്രെയിം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടത്തിയിട്ട് പോലും അവർക്ക് വി ഡി സതീശനെതിരെ ഒന്നും കിട്ടാത്തത്. അപ്പൊ ഇപ്പോ ആ ട്രസ്റ്റിനെതിരെ, ഫൗണ്ടേഷനെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ അതിന് അന്വേഷണം നീക്കുമായിട്ട് പോകുന്നു. അതും നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അക്കാര്യത്തിൽ ഒരു പേടിയില്ല. മറ്റു പല കാര്യങ്ങളിലും CBI അന്വേഷണത്തിനും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ഭയപ്പെടുന്ന സർക്കാർ, ശബരിമല അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം അന്വേഷണം വേണ്ട എന്ന നിലപാടെടുക്കുന്ന സർക്കാർ ഈ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യത്തോടുകൂടി ഇടപെടുന്നുണ്ട് എങ്കിൽ അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയ താല്പര്യം എന്താണ് എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത് ഏതെല്ലാം തരത്തിലാണ് ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി അവർ നോക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു ഭയവുമില്ല, ഒരു തരത്തിലുള്ള ആശങ്കയില്ല. അത് അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്ന ജനപ്രതിനിധി ചെയ്തതെന്താ? തന്റെ നിയോജക മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ പ്രളയം മൂലവും മറ്റു ദുരിതം അനുഭവിക്കുന്നു. അവരെ സഹായിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ അടക്കം ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് പരിമിതമായ രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറെ കൂടി ഈ പറഞ്ഞ വൈഡർ സർക്കിളിലുള്ള സ്വാധീനമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടും പരിചയക്കാരോടും ഒക്കെ ഈ പറയുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. ആ അഭ്യർത്ഥനയുടെ ഭാഗമായി പല ആളുകൾ കടന്നു വന്നു. അവർ ഈ ഗുണഭോക്താക്കളെ കണ്ട് അവരുമായിട്ട് നേരിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. വീടിന്റെ രൂപത്തിലും മറ്റ് പുനരധിവാസത്തിന്റെ മറ്റു കാര്യങ്ങളുടെ രൂപത്തിലും ഒക്കെയുള്ള സഹായങ്ങൾ ഈ പറഞ്ഞ രണ്ട് പാർട്ടികളും നേരിട്ട് ചെയ്തു. ആ ഗുണഭോക്താക്കളെ ഈ പറഞ്ഞ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതല്ലാതെ വി ഡി സതീശൻ എന്ന് പറയുന്ന ജനപ്രതിനിധി മറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു രൂപ പോലും വി ഡി സതീശന്റെയോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയോ അക്കൗണ്ടിലേക്ക് വിദേശത്തു നിന്നോ സ്വദേശത്തു നിന്നോ സ്വീകരിച്ചിട്ടില്ല. ഒക്കെ നടന്നിട്ടുള്ളത് ഡോണർമാരായിട്ടുള്ള, സ്പോൺസർമാരായിട്ടുള്ള ആളുകള്, ചാരിറ്റി കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകള്, അവര് ഈ പറയുന്ന അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു നിയോജക മണ്ഡലത്തിനകത്ത് നടന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് അത് വി ഡി സതീശന്റെ ഒരു പദ്ധതിയായി അത് ഇന്ന് വിലയിരുത്തപ്പെടുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ നിലയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ക്രൗഡ് ഫണ്ടിങ്ങും നിരവധി ആളുകൾ നിരവധി കാര്യങ്ങൾക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് പറയല്ലോ, ജനപ്രതികൾ അല്ലാതിരുന്നിട്ട് പോലും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചികിത്സാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള ക്രൗഡ് ഫണ്ടിങ്ങിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പല ആളുകളും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചാരിറ്റി അഭ്യർത്ഥനമായിട്ട് രംഗത്ത് വരാറുണ്ട്. ഞങ്ങൾ തന്നെ ഇടയ്ക്ക് പല വീഡിയോസ് ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്ന് ഇപ്പൊ സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. അതിൽ ബന്ധപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും. ചികിത്സാ സഹായത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ സൃഷ്ടിക്കുമ്പോൾ ആ അക്കൗണ്ട് നമ്പറുകൾ കൊടുക്കും. അതിലേക്ക് താല്പര്യമുള്ള ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടായി വരുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഭരണകൂടം പരാജയപ്പെടുമ്പോഴാണ്. യഥാർത്ഥത്തിൽ ഈ പുനരധിവാസം ആരുടെ ജോലിയാണ്? സർക്കാരിന്റെ ജോലിയാണ്. സർക്കാർ പരാജയപ്പെടുമ്പോൾ ജനപ്രതിനിധികൾ സ്വന്തം നിലയ്ക്ക് ഇറങ്ങി അവർക്ക് ഈ ദുരിതം കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അവരാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ഒരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ആയിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ജനപ്രതിനിധികൾ, അത് MLA ആവട്ടെ, MP ആവട്ടെ, പഞ്ചായത്ത് മെമ്പർ ആവട്ടെ, അവർ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്ത ഒരു നല്ല പ്രവർത്തനത്തിന്റെ പേരിൽ പോലും ഒരു ജനപ്രതിനിധിയെ മാതൃകാപരമായി സ്വന്തം നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ തയ്യാറായ ഒരാളെ ഇങ്ങനെയുള്ള കേസിൽ പെടുത്താൻ നോക്കുക എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റ അധാർമികമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഇവരുടെ നിലവാരം നേർച്ചയാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല. അന്വേഷണം നടക്കട്ടെ, ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെങ്കിൽ നടക്കട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു.